സൈക്കോളജിക്കാണോ അതോ സ്ട്രാറ്റജിക്കാണോ നിങ്ങൾ ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ട് കാണുക സൈക്കോളജിയാണ് ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 80% സൈക്കോളജിയും ബാക്കി 20% മാത്രമേ ട്രേഡിംഗിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും കൊടുക്കുന്നുള്ളൂ. നമുക്ക് നല്ലൊരു വിൻ റേറ്റ് ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുത്താൽ പോരെ? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ ട്രേഡേഴ്സും അവർ ഇമോഷണലി സ്ട്രോങ് ആയിട്ടൊന്നുമല്ല അവർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, മറിച്ച് അവർക്ക് ഒരു വാലിഡ് പ്രോപ്പർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു നല്ലൊരു സെറ്റപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവർക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായത് കൊണ്ട് അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി പറ, നിങ്ങൾ ഇതിൽ ഏതിൽ പെടും?